യെസ്, ശ്രീ സുഭാഷ് ബാബു, നേരത്തെ ഡോക്ടർ വാണി ചൂണ്ടിക്കാണിച്ചതുപോലെ വയലൻസ് നോർമലൈസ് ചെയ്യപ്പെടുന്ന ഒരു സമൂഹത്തിൽ ജീവിക്കുന്നതിൻ്റെ പ്രത്യാഘാതങ്ങളല്ലേ നമ്മുടെ കുട്ടികൾ അനുഭവിച്ചുകൊണ്ടിരിക്കുന്നത്. മാത്രമല്ല, നിയമത്തിൻ്റെ പഴുതുകൾ ഉപയോഗിച്ച് അവർ രക്ഷപ്പെടുകയും ചെയ്യുന്നു. റാഗിംഗ് കേസുകളിൽ ശിക്ഷിക്കപ്പെട്ട ഏതെങ്കിലും ഒരു വിദ്യാർത്ഥി കേരളത്തിലുണ്ടോ എന്ന കാര്യത്തിൽ സംശയമുണ്ട്. എൻ്റെ അറിവ് ശരിയാണെങ്കിൽ എനിക്ക് തോന്നുന്നു നാട്ടകത്താണെന്ന് തോന്നുന്നു, ഒരു പെൺകുട്ടി അവിടെ കോളേജ് ക്യാമ്പസിൽ തന്നെ റേപ്പ് ചെയ്യപ്പെട്ടു. ആ കേസിലെ പ്രതികളെ മാത്രമേ ശിക്ഷിച്ചിട്ടുള്ളൂ. ആ ഒരു കേസ് മാത്രമേ നമ്മുടെ മുന്നിൽ നിൽക്കുന്നുള്ളൂ. അതുകൊണ്ട് തന്നെ നിയമത്തിൻ്റെ പഴുതുകൾ ഉപയോഗിച്ച് രക്ഷപ്പെടാം എന്നറിയാം. മാത്രമല്ല, അധികാരികളുടെ പൂർണ്ണ പിന്തുണ, രാഷ്ട്രീയ പാർട്ടികളുടെ, വിദ്യാർത്ഥി പ്രസ്ഥാനത്തിൻ്റെ സംരക്ഷണം ഇതൊക്കെ നമുക്ക് ലഭിക്കും എന്ന ആ ഒരു ബോധ്യത്തിൻ്റെ അടിസ്ഥാനത്തിലല്ലേ കൂടുതൽ കൂടുതൽ ക്രൂരകൃത്യങ്ങളിലേക്ക് ഇവർ ഇറങ്ങിത്തിരിക്കുന്നത്. തീർച്ചയായിട്ടും സംരക്ഷണമാണ് ഇതിന്റെ ഏറ്റവും പ്രധാന ഘടകം. അത് ഏതെങ്കിലും രീതിയിൽ ഇതിനെ നേരിടാൻ സാധിക്കാത്ത ക്രിമിനലുകളായിട്ട് പ്രവർത്തിക്കുന്ന ഈ കുട്ടികൾക്ക് സംരക്ഷണം ഏതെങ്കിലും മേഖലകളിൽ നിന്നും, പ്രത്യേകിച്ച് സംഘടനകളുടെ ഭാഗത്തു നിന്നും, രാഷ്ട്രീയ പാർട്ടികളുടെ ഭാഗത്തു നിന്നും, കോളേജ് അധികാരികളുടെ ഭാഗത്തു നിന്നും ലഭിക്കുമെന്നുള്ളതാണ് ഇതിന്റെ പ്രധാന ഘടകം. ഇതിലെ ഏറ്റവും പ്രധാനം വയലൻസ് എന്നൊരു ഫാഷൻ, പ്രത്യേകിച്ച് കോളേജ് ക്യാമ്പസുകളിൽ വയലൻസ് ആണ് ഏറ്റവും പ്രധാനപ്പെട്ടത്. അവിടെ അച്ചടക്കവും സ്വഭാവ രൂപവൽക്കരണവും ഒന്നും ഇപ്പൊ അപ്രാപ്യമാണ്. കാരണം വിദ്യാഭ്യാസം എന്ന് പറയുന്നത് നമ്മളെ സംബന്ധിച്ചിടത്തോളം നമ്മൾ ഒരു ക്യാരക്ടർ ഫോർമേഷൻ, അതായത് അവിടുത്തെ ഒരു ഇൻസ്റ്റിറ്റ്യൂട്ട് ഫോർ ക്യാരക്ടർ ഫോർമേഷൻ ആണ് വിദ്യാഭ്യാസം. ഏതെങ്കിലും വിദ്യാഭ്യാസ സ്ഥാപനത്തിൽ ഇപ്പോ ഒരു വിദ്യാർത്ഥിയുടെ ധാർമ്മിക മൂല്യങ്ങളിൽ അധിഷ്ഠിതമായ ഒരു ജീവിത ശൈലി കണ്ടുപിടിക്കാൻ കുട്ടികളെ സഹായിക്കുന്നുണ്ടോ എന്ന് ചോദിച്ചാൽ ഇല്ല. അവിടെ മുഴുവൻ വയലൻസ് ആണ്, അക്രമങ്ങളാണ്. അതിനേക്കാൾ ഉപരി അവിടെ രാഷ്ട്രീയ അതിപ്രസരം കൊണ്ട് പരസ്പരം പോരടിക്കുന്ന, മത്സരിക്കുന്ന ഒരു ഗാങ് വാർ സെന്റർ ആയിട്ടാണ് നമ്മളുടെ കോളേജുകൾ, സ്കൂളുകൾ പോലും മാറിയിരിക്കുന്നത്. അപ്പൊ നമ്മളെ സംബന്ധിച്ചിടത്തോളം കുറെ സംഭവങ്ങൾ ശ്രീ നമ്പ്യാർ ഇപ്പൊ പറയുണ്ടായി. ആ സംഭവങ്ങളൊക്കെയാണ് നമ്മളെ സംബന്ധിച്ച് അടുത്ത കാലത്ത്, പണ്ടൊക്കെ എപ്പോഴെങ്കിലും കേട്ട് ഇരുന്ന കാര്യങ്ങളേ ഉള്ളൂ. ഇപ്പൊ ഞാനൊക്കെ പഠിക്കുന്ന വളരെ മുമ്പാണ്. എന്റെ വിദ്യാഭ്യാസമൊക്കെ 70-ല് അവസാനിച്ച ആളാണ്. പക്ഷെ ഞാനുള്ള കാലത്തൊന്നും ഇങ്ങനെ ഒരു റാഗിക്കുന്ന ഒരു സാധനമില്ല. അവിടെ ഈ കുട്ടികളെ സംബന്ധിച്ചിടത്തോളം പരസ്പരം ഉപദ്രവിക്കുന്ന സംവിധാനമില്ല, അടികലശലില്ല, ഒന്നുമില്ല. അന്നും രാഷ്ട്രീയവും അതിന്റെ അടിസ്ഥാനത്തിലൊക്കെ നമ്മളുടെ സംഘടനകളും തെരഞ്ഞെടുപ്പും ഒക്കെ ഉണ്ടായിരുന്നു. അന്നൊന്നുമില്ല. ഇപ്പൊ അതെന്താണെന്ന് പറയാ, അതൊരു ഫാഷനായി. ഫാഷൻ എന്ന് പറയുന്ന പ്രധാനം അതിന്റെ അടിസ്ഥാനം എന്താന്ന് പറഞ്ഞാൽ, ചില രാഷ്ട്രീയ സംഘടനകൾക്ക് അവരുടെ ഗുണ്ടാ സംഘങ്ങളെ വാർത്തെടുക്കുന്നതിന് വേണ്ടിയിട്ടുള്ള ഒരു പാഠശാല എന്ന് പറയുന്നതാണ് വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾ എന്ന് നമ്മൾ തെറ്റിദ്ധരിക്കണം. അതാണ് സംഭവിച്ചുകൊണ്ടിരിക്കുന്നത്. അത് തെറ്റിദ്ധാരണയല്ല, ഒരു ധാരണയാണ്. അത് നമ്മൾ ഒഴിവാക്കാൻ എങ്ങനെ സാധിക്കും എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ടത്. അതിനെ ഒഴിവാക്കണമെന്ന് ആർക്കെങ്കിലും താല്പര്യം ഉണ്ടെങ്കിൽ, ഇങ്ങനെ അക്രമം ചെയ്യുന്ന, ഇതേമായി വയലൻസിൽ ഉൾപ്പെടുന്ന വിദ്യാർത്ഥികളെ യാതൊരു രീതിയിലും സഹായിക്കുന്ന ഒരു സംവിധാനം ഭരണനിർവഹണ ഭാഗത്തില്ല, മാനേജ്മെന്റിന്റെ ഭാഗത്തുണ്ടാവില്ല, വിദ്യാർത്ഥി സംഘടന ഭാഗത്തുണ്ടാവില്ല. അതേപോലെ തന്നെ കോടതിയുടെ ഭാഗത്തുനിന്ന്, കോടതിയാണ് ഏറ്റവും കൂടുതൽ സഹതാപം കാണിക്കുന്നത്. എന്താണ് ഈ ക്രിമിനലുകളെ, ഈ ഭരണഘടനയ്ക്ക് വിപരീതമായിട്ട് ഈ കുട്ടിക്ക് എന്തായാലും സ്വാതന്ത്ര്യമില്ല. ഭരണഘടന തന്നെ പറയുന്നത് എന്താണെന്ന് നമുക്കറിയാമല്ലോ. എന്താ പറയുന്നത്? സാന്മാർഗിക സമാധാനം, അതുപോലെ തന്നെ കുറ്റകൃത്യങ്ങൾക്ക് പ്രേരണ നൽകുന്ന സാഹചര്യങ്ങൾ, ഇതൊന്നും ഇല്ലാത്ത രീതിയിൽ, അതിലൊന്നും പെടാത്ത രീതിയിലാണ് നമ്മളെ സ്വാതന്ത്ര്യം അനുഭവിക്കേണ്ടത്. അങ്ങനെയുള്ളവന് മാത്രമേ പൗരാവകാശ സംരക്ഷണത്തിൽ പ്രസക്തിയുള്ളൂ. നമ്മുടെ ഭരണഘടനയുടെ 19-ാം വകുപ്പ് പറയുന്ന ഇതൊക്കെയല്ലേ. ഇതിന് വിപരീതമായി പ്രവർത്തിക്കുന്നതിന് അർഹതയില്ല എന്ന് ഭരണഘടന പറയുന്ന അവസരത്തിൽ എന്തിനാണ് ഈ ആളുകൾക്കൊക്കെ ഇത്ര വലിയ സങ്കടം വരുന്നത്? ഇപ്പൊ ഇവിടെ വിദ്യാർത്ഥി സംഘടനകളുണ്ട്, ഏത് സംഘടനയായാലും ശരി, അവരെ സംബന്ധിച്ചിടത്തോളം അവരൊരു ആന്റി റാഗിങ്ങിന്റെ സംഘടന ഉണ്ടെന്ന് പറയുന്നു. പക്ഷേ ഈ റാഗിംഗ് ഉൾപ്പെടുന്ന കുട്ടികളെ കണ്ടുപിടിച്ചിട്ട് അവർക്ക് സംരക്ഷണം കൊടുക്കുന്ന ഏതെങ്കിലും ലെവലിലുള്ള ഒരു സംഘടന കേരളത്തിലുണ്ടോ എന്ന് ചോദിച്ചാൽ ഇല്ല എന്ന് നമുക്ക് പറയാൻ പറ്റും. അപ്പൊ നമുക്ക് അവിടെ ആവശ്യം എന്താന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഇപ്പൊ നേരത്തെ മാഡം പറഞ്ഞിരിക്കുന്നു ഇവിടെ, അതായത് ഇതിൽ ആന്റി റാഗിംഗ് സ്കെയിൽ നിയമമൊക്കെ വളരെ ശക്തമാണ്. യാതൊരു കുഴപ്പമില്ല. നിയമത്തിനകത്ത് വെള്ളം ചേർക്കുന്നതുകൊണ്ടും ചെയ്യാതിരിക്കുന്നതുകൊണ്ടും ചെയ്യാത്ത ആളുകളെ അലംഭാവം കാണിക്കുന്നവരെ സംബന്ധിച്ചിടത്തോളം ആ വീഴ്ചയ്ക്ക് അർഹമായ രീതിയിൽ അവരെ നേരിടാൻ നമ്മുടെ സംവിധാനങ്ങൾക്ക് സാധിക്കാതെ പോകുന്നതാണ് ഏറ്റവും പ്രധാനം. ഇപ്പം ഏറ്റവും അവസാനം ഈ കോട്ടയത്തുണ്ടായാലും ശരി, നമ്മള് ഇപ്പം വയനാട്ടിലുണ്ടായാലും ശരി, ഇവിടൊക്കെ എന്താ സംഭവിച്ചിരിക്കുന്നത്? അവിടെ ഔദ്യോഗിക വ്യക്തികളിൽ നിന്ന്, അതായത് ഔദ്യോഗിക സ്ഥാനം വഹിക്കുന്ന പ്രിൻസിപ്പൽ ഉൾപ്പെടെ
താഴോട്ട് വരുന്ന വ്യക്തികളെ സംബന്ധിച്ച് വാർഡനായാലും ശരി, അതല്ല അവിടുത്തെ പിന്നെ ഡീനായാലും ശരി, അവരുടെ ഭാഗത്തു നിന്നൊക്കെ കുറ്റകരമായ വീഴ്ച വരുന്നുണ്ട്. ഇവര് ഇപ്പം ആന്റി റാങ്കിങ് സ്കെയിൽ എല്ലായിടത്തും നിർബന്ധമാണ്. അത് നിർബന്ധമായിട്ട് UGC നിഷ്കർഷിക്കുന്നുണ്ട്. അത് എല്ലാ കോളേജുകളിലും എല്ലാ സ്ഥാപനങ്ങളിലും ഉണ്ട്. പക്ഷേ അവരെ സംബന്ധിച്ചിടത്തോളം ഈ ആന്റി റാങ്കിങ് സെല്ല് എന്ന് പറയുന്നത് എന്തിനാണ്? നോക്കുകുത്തിയായിട്ടിരിക്കാനല്ല. അവരെ സംബന്ധിച്ചിടത്തോളം റാഗിങ് നടക്കാനുള്ള സാധ്യതയുണ്ട്. ആ സാധ്യത ഉള്ളത് കൊണ്ടാണല്ലോ ഇതിന്റെ ഒരു ആന്റി റാഗിങ് സെല്ല് ഉണ്ടായിരിക്കുന്നത്. അപ്പൊ ഈ ആന്റി റാഗിങ് സെല്ല് എന്ത് പ്രവർത്തിക്കുന്നു, എങ്ങനെ പ്രവർത്തിക്കണം, അതിനും വ്യക്തമായ ധാരണകളൊക്കെ ഉണ്ട്, നിർദ്ദേശങ്ങളൊക്കെ ഉണ്ട്. അതായത് ഇവരെ മീറ്റിംഗ് കൂടണം, ഈ കുട്ടികളെ, ഈ പുതിയതായിട്ട് വരുന്ന കുട്ടികളെ സംബന്ധിച്ചിടത്തോളം അവരുമായിട്ട് ബന്ധപ്പെടണം, ഒറ്റയ്ക്കും കൂട്ടായും ബന്ധപ്പെടണം. അവരെ സംബന്ധിച്ച് ഭയരഹിതമായിട്ട് ഇവരുമായിട്ട് ആശയവിനിമയം നടത്തുന്നതിന്, പ്രശ്നങ്ങളെ അവതരിപ്പിക്കുന്നതിനുള്ള സംവിധാനങ്ങൾ ഉണ്ടാക്കണം. അതുപോലെ രഹസ്യമായിട്ട് ഇവർക്ക് കമ്മ്യൂണിക്കേറ്റ് ചെയ്യാനുള്ള ഫോണുകളോ മറ്റു കാര്യങ്ങളും വേണം. ഇവരിൽ കൂടെ അവർക്ക് നേരിട്ട് പറയാൻ ഭയമാണെങ്കിൽ ഇവർക്ക് മറ്റാളുകളെ അറിയിച്ചതിന് ശേഷം അവരിലൂടെ ഈ വിവരങ്ങൾ പിന്നെ മറ്റാളുകളിലേക്ക് എത്തിച്ചു കൊടുക്കാനും പോലീസിലേക്ക് എത്തിച്ചു കൊടുക്കാനും ഒക്കെ സംവിധാനമുണ്ട്. അങ്ങനെ ഏതെങ്കിലും സംഭവം ഇവിടെ നടക്കുന്നുണ്ടോ? ഇല്ല എന്നാണ് എന്റെ അറിവ്. കാരണം ഇവിടുത്തെ എന്റെ പരിചയത്തിലുള്ള വിദ്യാഭ്യാസ സ്ഥാപനങ്ങളിൽ ഒന്നും ഇതേമാതിരി ആ കോളേജിൽ ഏതെങ്കിലും രീതിയിൽ ഇതിന്റെ അധ്യാപകർ, കുറെ ആളുകൾ ഇതിനെ സഹായിക്കുന്ന അധ്യാപകർ, അവരെ സംഘടനയുടെ താല്പര്യത്തിനനുസരിച്ചാണ് ഇവർ ചെയ്യുന്നത്. അങ്ങനെയുള്ളവനെയൊക്കെ നോക്കിപ്പിടിച്ച് ഞാൻ പറയുന്നത് ഒരു പിന്നെ പരസ്യ വിചാരണയൊക്കെ ഈ പറയുന്ന ആളുകളെ പറ്റി നടത്തിയ തിരക്കുകളിലാണ് എനിക്ക് തോന്നുന്നത്. കാരണം അത്രയും കൈവിട്ടുപോയി. കാരണം കുട്ടികളെ ഇപ്പം സ്കൂളിലേക്ക് അയക്കുന്നതിന്, കോളേജുകളിലേക്ക് അയക്കുന്നതിന് വേണ്ടി രക്ഷിതാക്കൾക്ക് ധൈര്യമുണ്ടോ എന്ന് ചോദിച്ചാൽ ധൈര്യമില്ല. അവിടെ പോയി കഴിഞ്ഞാൽ എന്താ സംഭവിക്കുന്നത്? ആ കുട്ടികള് ഒരു വയലൻസ് അഭ്യസിക്കുകയും ഒരു റൗഡികളായിട്ട് അല്ലെങ്കിൽ ഗുണ്ടകളായിട്ട് മാറാനുള്ള ഒരു പരിശീലന കളരിയായിട്ടാണ് നമ്മുടെ വിദ്യാഭ്യാസ സ്ഥാപനങ്ങളിലൊക്കെ പോകുന്നത്. നമ്മുടെ വിദ്യാഭ്യാസം ഇപ്പൊ ഇവിടെ പരിവേദനയൊക്കെ കണ്ടിരുന്നു. പൊതുവിദ്യാഭ്യാസ സ്ഥാപനത്തിൽ ആൾ പോരുന്നില്ല. കാരണം എന്താ പറയുക, മറ്റു സ്ഥാപനങ്ങളിൽ കുറച്ചുകൂടെ അച്ചടക്കമുണ്ട്, അവിടെ കുറച്ചുകൂടെ നിയന്ത്രണങ്ങളുണ്ട്. നിയന്ത്രണമില്ലാത്ത പൊതുവിദ്യാഭ്യാസ സ്ഥാപനം ഇതേമാതിരിയുള്ള അക്രമവും ഗുണ്ടായുസവും പ്രോത്സാഹിപ്പിക്കുകയും പ്രേരിപ്പിക്കുകയും ചെയ്യുന്ന സ്ഥലങ്ങളിലേക്ക് കുട്ടികളെ അയക്കാൻ ആളുകൾക്ക് മടിയാണ്. ഇന്നിപ്പം എന്താ പറയുക, പൊതുവിദ്യാഭ്യാസ സ്ഥാപനങ്ങളിൽ കുട്ടികൾ കുറയുന്നു. അതുകൊണ്ട് അവിടെ പഠിപ്പിക്കുന്ന അധ്യാപകരുടെ മറ്റാളുകൾ, കാരണം ഒരു അധ്യാപകൻ വിചാരിച്ചു കഴിഞ്ഞാൽ, ഒരു ലെക്ചറർ വിചാരിച്ചു കഴിഞ്ഞാൽ ഒരു സ്ഥാപനത്തിൽ അച്ചടക്കം ഉണ്ടാക്കാൻ പറ്റുമോ? ഇല്ല. അവിടുത്തെ വിദ്യാർത്ഥി സംഘടനയുടെ ആജ്ഞാനവർത്തികളായിട്ട് പ്രവർത്തിക്കുന്ന വ്യക്തികളായിരിക്കും അവിടുത്തെ പ്രധാനപ്പെട്ട ഔദ്യോഗിക സ്ഥാനങ്ങൾ വഹിക്കുന്നത്. ഇപ്പൊ വാർഡനായാലും ശരി, ഡീനായാലും ശരി, വൈസ് പ്രിൻസിപ്പൽ ആയാലും ശരി, അവർക്കാർക്കും ഈ തോന്നിവാസത്തിന് എതിര് നിൽക്കാൻ സാധിക്കുന്നില്ല. ആ തോന്നിവാസത്തിനെ ചോദ്യം ചെയ്യുകയും നടപടിയെടുക്കുന്ന സാഹചര്യം ഇവർക്ക് ഉണ്ടാക്കാൻ പറ്റുന്ന ഒരവസ്ഥ അവിടെ ഇല്ല. ആ അവസ്ഥ ഇല്ലാത്തതിന് രക്ഷിതാക്കളാണ് കൂടുതൽ. രക്ഷിതാക്കൾ ചെയ്യുന്ന താല്പര്യം, കുട്ടികളെ അങ്ങോട്ട് തള്ളിവിട്ട് കഴിഞ്ഞാൽ പിന്നെ അതിനെപ്പറ്റി അന്വേഷിക്കാനില്ല. ഈ ഇതേമാതിരി പ്രശ്നങ്ങൾ വരുമ്പോൾ നിലവിളിച്ചിട്ട് കാര്യമുണ്ടോ? ഇല്ല. ഞാൻ പറയുന്നത് ഈ ഫസ്റ്റ് ഇയർ പോകുന്ന കുട്ടികളെ സംബന്ധിച്ചിടത്തോളം അവരുടെ രക്ഷിതാക്കള് നിർബന്ധമായിട്ടും ആദ്യം ഒരു 2 ആഴ്ച കൂടുമ്പോൾ ഈ കുട്ടികളെ വന്ന് കാണുകയും അതിനുശേഷം മാസത്തിൽ ഒരിക്കലെങ്കിലും ഒരു കൊല്ലത്തേക്ക് നിർബന്ധമായിട്ട് വരുന്ന ഒരു സംവിധാനം ഉണ്ടാക്കണമെന്ന് പണ്ടുപോലെ എന്റെ അഭിപ്രായം അതാണ്. കാരണം ആദ്യം ഈ കുട്ടികളെ ഒരാഴ്ച കഴിയുമ്പോൾ വന്ന് കാണുക, അവരെ ഇവരുമായിട്ട് സ്വതന്ത്രമായിട്ട് സംസാരിക്കാനും അവരോടൊപ്പം 1-2 ദിവസം താമസിക്കാനുള്ള സൗകര്യങ്ങൾ ഒരുക്കി കൊടുക്കുക. അപ്പൊ എന്തായാലും രക്ഷിതാക്കളോട് പറയും, അവർക്ക് കണ്ടാൽ അറിയാൻ തന്റെ കുട്ടിക്ക് എന്തെങ്കിലും രീതിയിലുള്ള പരിക്കുണ്ടോ, ബുദ്ധിമുട്ടുണ്ടോ, മാനസിക പ്രശ്നമുണ്ടോ എന്ന് ഏറ്റവും കൂടുതൽ തിരിച്ചറിയാൻ പുതിയ കുട്ടികളെ സാധിക്കുന്നവരാ രക്ഷിതാക്കൾ. അധ്യാപകർക്ക് അത് സാധിച്ചു എന്ന് വരില്ല. കാരണം ഇപ്പോഴത്തെ അധ്യാപകരെ സംബന്ധിച്ചോളം കുട്ടികളുമായിട്ട് പഴയ ബന്ധങ്ങളൊന്നുമില്ല. പണ്ടൊക്കെ നമ്മുടെ അധ്യാപകരൊക്കെ എന്താന്ന് പറഞ്ഞാൽ നമ്മുടെ മുഖത്ത് ഏതെങ്കിലും രീതിയിൽ പ്രശ്നം ഉണ്ടായാലും ഭയം ഉണ്ടാക്കി ചോദിക്കും, എന്താണ് നിനക്ക് എന്ത് പറ്റിയെന്ന് ചോദിക്കില്ലേ? ഇപ്പൊ ഏതെങ്കിലും അധ്യാപകർ ചോദിക്കുന്നു?